ഇന്ന് ഈ പത്രസമ്മേളനം നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 4-5 ദിവസമായി കേരളത്തിലെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പുതിയ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വരാൻ പോകുന്ന അമെൻമെൻറ്റ് ബില്ലിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നുണ്ടായിരുന്ന അധികാരത്തിൻ്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് വരാനിരിക്കുന്ന കേരളം കാത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം വന്യജീവി ആക്രമണം നമ്മളിതൊരു സാധാരണ സംഭവമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതൊരു വലിയ വാർത്തയാകുമായിരുന്നു, വലിയ ചർച്ചയാകുമായിരുന്നു, രാത്രി ചർച്ചകളിൽ ഇത് വിഷയമാകുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇതൊരു സ്വാഭാവിക പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ ഭരണകക്ഷി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ആ രീതിയിലേക്ക് മാറിയുന്ന അവസ്ഥ നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തടയപ്പെടാൻ ബാധ്യസ്ഥരായ ഗവൺമെൻറ് ഇക്കാലം അത്രയും നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വന നിയമമാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സർക്കാർ മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിലേക്കാണ് സംസ്ഥാന വന നിയമത്തിലൊരു വലിയ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർ മൊത്തത്തിൽ അവിടെ ജീവിക്കാൻ കഴിയാതെ കിട്ടുന്ന വിലക്ക് ഇത് വിറ്റ് പൊറുക്കി താഴേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ നിയമത്തിൻ്റെ വരാൻ പോകുന്ന നിയമത്തിൻ്റെ ഭീകരതയുടെ പ്രസക്തി ഏറുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയൊക്കെ CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറയുന്നത് കേട്ടു, അൻവർ 4 ആളില്ലാത്തത് കൊണ്ട് ഇതിന് ഇറങ്ങി തിരിച്ചതാണെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടെടുത്തപ്പോൾ, സെൻട്രൽ ഗവൺമെൻറ് നിലപാടെടുത്തപ്പോൾ ഈ പറയുന്ന കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളെ ഒരുമിപ്പിച്ച് വെസ്റ്റേൺ ഗട്ട്സ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം എന്നൊരു ഫോറം ഉണ്ടാക്കി 2013 ഫോറം ഉണ്ടാക്കി കേരള ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് കക്ഷി ചേർന്നിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഗ്രീൻ ട്രിബ്യൂണൽ അന്ന് കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ യൂണിറ്റുകളെ വേർതിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വില്ലേജായിരുന്നു. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങളും കൂടെ അത് മനസ്സിലാക്കണം. ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ റിസർവ് ഫോറസ്റ്റ് മാത്രമല്ല കേരളത്തിലുള്ളത്. 977 ഇവിടെ നിയമങ്ങൾ ശക്തമായപ്പോൾ empty ആയി കിടന്ന ഒരുപാട് ഭൂമികൾ, റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ, ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യർ ജീവിക്കുന്ന ഏരിയയിൽ 25 ഏക്കർ ഫോറസ്റ്റിന് കൊടുത്തു, 50 ഏക്കർ കൊടുത്തു, 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ കൊടുത്തു. എന്തിനേറെ പറയുന്നു, 2 ഏക്കർ ഭൂമി വരെ ആ കാലഘട്ടത്തിൽ റവന്യൂ ഇവർക്ക് കൈമാറി. ഇവിടെയൊക്കെ പറ്റി? വനവൽക്കരണം നടന്നു. അപ്പോൾ കേരളത്തിലൊരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് ഒരു 100 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് 10 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും. അപ്പോൾ ഇടകലർന്നു മനുഷ്യ ജീവിതവും ഫോറസ്റ്റും ഇടകലർന്ന ഒരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായിട്ട് മാറിയ ഒരു സ്ഥലമാണ് കേരളം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, ജനങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഫോറസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേരളം. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിസർവ് ഫോറസ്റ്റിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? അത് റിസർവായി കിടക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അത് എവർഗ്രീൻ ഫോറസ്റ്റായി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നുകൂടാൻ തുടങ്ങി. ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി. ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ 70% ഫോറസ്റ്റാണ്. എങ്ങനെ 70%? അതിൽ 30% താഴെയാണ് റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. ബാക്കി വരുന്ന 40% ഇങ്ങനെ പിടിച്ചെടുത്താണ്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകും, അവിടെ ഫോറസ്റ്റ് ഉണ്ടാവും, അവിടെ ടാർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ വന്നാൽ അവിടെ നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കുടിവെള്ള ലൈൻ ഇപ്പുറത്ത് നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇത് വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും ഈ നിയമം വന്നാൽ. നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല.
ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്, ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്.